നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മെസ്സിയും സുവാരസും സ്റ്റാർട്ട് ചെയ്ത കളി, പക്ഷേ ഇന്റർ മയാമിക്ക് മികവ് കാണിക്കാൻ പറ്റിയില്ല. ന്യൂ ഇംഗ്ലണ്ടിനോട് 1-1 സമനില. ബെർത്രൈവാണ് ഇന്റർ മയാമിയുടെ ഗോൾ നേടിയത്. അത് 76-ാമത്തെ മിനിറ്റിലെ ഈക്വലൈസർ. മറുഭാഗത്ത് ഗില്ലിലൂടെ 56-ാമത്തെ മിനിറ്റിൽ തന്നെ ന്യൂ ഇംഗ്ലണ്ട് ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. വാവ്, മെസ്സിയുടെ കളി എങ്ങനെ! മെസ്സി സാധാരണഗതിയിൽ മിന്നും പ്രകടനമാണ് മയാമിക്ക് വേണ്ടി ഇറങ്ങുമ്പോഴൊക്കെ നടത്താറുള്ളത്. ഇന്നത്തേത് പക്ഷേ ഒരു ഭംഗിയ കളിയായിരുന്നു, ഒരു ഓഫ് നൈറ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൽ നിന്ന് 22 തവണയാണ് പൊസഷൻ നഷ്ടമായത്. MLS അദ്ദേഹം എത്തിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയധികം തവണ പൊസഷൻ നഷ്ടമാകുന്നത്. റീസെൻ്റ്ലി കുറേ ട്രാവൽ ചെയ്യേണ്ടി വന്നതൊക്കെ അദ്ദേഹത്തിന് ഒരല്പം ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും 22 തവണ മെസ്സി ബോൾ നഷ്ടമാക്കുക എന്ന അത്യപൂർവ കാഴ്ച. MLS എത്തിയിട്ട് ഇത് ആദ്യമാണ് ഇത്രയധികം തവണ. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ പോലും 4 കീ പാസുകൾ കളിയിൽ കൊടുക്കുകയും 6 ഷോട്ടുകൾ ഉതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മെസ്സിയുടെ സ്റ്റാൻഡേർഡിന് അതൊരു മികച്ച കളിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടീം പൂർണ്ണമായിട്ടും തുടക്കത്തിൽ നന്നായിട്ട് തുടങ്ങിയെങ്കിലും പിന്നീട് അതിങ്ങനെ പതിയെ ഫെയ്ഡാവുന്ന ഒരു അവസ്ഥയുണ്ടായി. മയാമിയുടെ കളിയുടെ മികവ്, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതോടുകൂടി കുറച്ചുകൂടി ഒരു എനർജി വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ഗോളൊക്കെ വന്നത്. ഏതായാലും 1-1 സമനിലയാണ് ഇപ്പോൾ ഈ കളിയിൽ സംഭവിച്ചിരിക്കുന്നത്. കളിയിൽ ലൂയിസ് സുവാരസും ജെർമൻ ബ്രെട്രൈമും ലിയോ മെസ്സിയും ഒക്കെ ഒരുമിച്ചാണ് ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നത്. എന്നാൽ ആദ്യ പകുതി ഗോൾ രഹിതമായി, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. രണ്ടാം പകുതിയിൽ 56-ാമത്തെ മിനിറ്റിൽ ഗില്ലിലൂടെ ന്യൂ ഇംഗ്ലണ്ട് ലീഡ് എടുത്തത് മയാമിയെ ഞെട്ടിച്ചു. ഒടുവിലാണ് ബെർത്രൈമിൻ്റെ ഗോളിലൂടെ ഇന്റർ മയാമി 76-ാമത്തെ മിനിറ്റിൽ സമനില പിടിക്കുന്നത്. ഇപ്പോൾ ഈ സീസണിൽ ഇനി MLS അല്ലാതെ മറ്റൊന്നും ഇന്റർ മയാമിക്ക് ലക്ഷ്യം വെക്കാനില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ MLS ഇന്റർ മയാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈസ്റ്റേൺ കോൺഫറൻസിൽ നിലവിൽ 2-ാം സ്ഥാനത്താണ്. 10 കളികളിൽ നിന്ന് 19 പോയിൻ്റ് ഉണ്ട്. പക്ഷേ ചിക്കാഗോ ഫയറും അതുപോലെ ന്യൂ ഇംഗ്ലണ്ടും ഒക്കെ തൊട്ടു പിന്നാലെയുമുണ്ട്. മികച്ച രൂപത്തിലുള്ള പോരാട്ടമായിട്ട് മാറുന്നു. നാഷ്വിൽ FC ആണ് ഇപ്പോൾ ഈ ഒരു ഈസ്റ്റേൺ കോൺഫറൻസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.